തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. വെഞ്ഞാറമൂട് മുക്കന്നൂർ സ്വദേശി 32-കാരിയായ പ്രവീണയാണ് വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അടുത്തിടെ ചിലർ പ്രവീണയെ ശല്യപ്പെടുത്തിയിരുന്നതായിട്ടാണ് കുടുംബം നേരത്തെ തന്നെ പോലീസിൽ പരാതി നൽകിയത്. എന്നാൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ചയുണ്ടായെന്നും വേണ്ട രീതിയിൽ നടപടി സ്വീകരിച്ചില്ല എന്നുമാണ് പ്രവീണയുടെ സഹോദരൻ പറയുന്നത്. ഇക്കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ബൈക്കിലെത്തിയ ഒരു അജ്ഞാതൻ പ്രവീണയുടെ വാഹനം ഇടിച്ചിട്ട് കടന്നു കളഞ്ഞുവെന്നും ഈ അപകടത്തിൽ പ്രവീണയ്ക്ക് സാരമായി പരിക്കേറ്റുവെന്നും പ്രവീൺ വ്യക്തമാക്കുകയാണ്. മാത്രമല്ല, സഹോദരിക്കെതിരെ വ്യാജ പ്രചരണങ്ങൾ ഉണ്ടായെന്നും ഇതിനു പിന്നിൽ ചില നാട്ടുകാരും കുടുംബക്കാരാണെന്നും സഹോദരൻ ഇപ്പോൾ ആരോപിക്കുകയാണ്. മാനസികമായി ഏറെ തളർന്ന നിലയിലായിരുന്നു പ്രവീണയെന്നും മൊബൈൽ ഫോണിൽ ഒരാൾ മോശമായ സന്ദേശങ്ങൾ അയച്ചുവെന്നും സഹോദരൻ വ്യക്തമാക്കുകയാണ്. തുടർന്ന് കുടുംബം പോലീസിൽ പരാതി നൽകിയിട്ടും പോലീസിന്റെ ഭാഗത്തു നിന്നും ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ച സംഭവിച്ചുവെന്നും പോലീസിന്റെ ഭാഗത്തുനിന്ന് യാതൊരുവിധ ഇടപെടലുണ്ടായിട്ടില്ല എന്നും സഹോദരൻ ഈ സമയം ആരോപിക്കുകയാണ്. അതേസമയം മറ്റൊരു സംഭവത്തിൽ മലപ്പുറം ഏളങ്കൂരിൽ ഭർത്തൃ വീട്ടിൽ യുവതി മരിച്ച സംഭവത്തിൽ ഭർത്താവായ പ്രതി പ്രഭിനെ 2 ആഴ്ചത്തേക്ക് കോടതി റിമാൻഡ് ചെയ്ത വാർത്തകളും പുറത്തുവരികയാണ്. മഞ്ചേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് പ്രഭിനെ റിമാൻഡ് ചെയ്തത്. പ്രേരണ, സ്ത്രീപീഡനം എന്നീ കുറ്റങ്ങളാണ് പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ഇക്കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് പൂക്കോട്ടുപടം സ്വദേശി 25-കാരിയെ വിഷ്ണുജയെ ഭർത്തൃ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. യുവതിയെ പ്രഭിനും വീട്ടുകാരും ഉപദ്രവിച്ചിരുന്നു എന്നാണ് വിഷ്ണുജയുടെ കുടുംബം ആരോപിക്കുന്നത്. സ്ത്രീധനത്തിന്റെയും സൗന്ദര്യത്തിന്റെയും ജോലിയില്ലാത്തതിന്റെയും പേരിൽ അധിക്ഷേപിച്ചുവെന്നും പിതാവ് വാസുദേവൻ വ്യക്തമാക്കുകയായിരുന്നു. വിഷ്ണുജയും എളങ്കൂർ സ്വദേശി പ്രവീണും തമ്മിലുള്ള വിവാഹം നടന്നത് 2023 മെയ് മാസത്തിലാണ്. സ്ത്രീധനത്തിന്റെയും സൗന്ദര്യത്തിന്റെയും പേരിൽ ഉപദ്രവിച്ചുവെന്നാണ് കുടുംബം പരാതി നൽകുന്നത്. പീഡനത്തിന് ഭർത്താവിന്റെ ബന്ധുക്കൾ കൂട്ടുനിന്നെന്നും ആരോപണമുണ്ട്. ഭർത്താവിനും കുടുംബത്തിനുമെതിരെ നടപടി വേണമെന്നാണ് വിഷ്ണുജയുടെ കുടുംബം ആവശ്യപ്പെട്ടത്. സംഭവത്തിൽ മഞ്ചേരി പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. പ്രവീൺ അവളെ നിരന്തരമായി ഉപദ്രവിക്കുമായിരുന്നു. കഴുത്തിൽ കയറിട്ട് മുറുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. മാനസികമായും ശാരീരികമായും അയാൾ വിഷ്ണുജയെ ബുദ്ധിമുട്ടിച്ചുണ്ടെന്നും അവൾക്ക് പറ്റുന്നില്ലെന്ന് മനസ്സിലായപ്പോൾ എന്നോടെല്ലാം പറയാൻ തുടങ്ങിയെന്നും സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു പോകാൻ പറഞ്ഞിരുന്നുവെന്നും വീട്ടിൽ അവളെ സ്വീകരിക്കുമായിരുന്നു എന്നാണ് വ്യക്തമാക്കുന്നത്. വിഷ്ണുജയുടെ വാട്സപ്പ് അക്കൗണ്ട് അയാളുടെ ഫോണുമായി കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നുവെന്നും വാട്സപ്പിലൂടെ അവൾക്ക് എന്നോടൊന്നും പറയാൻ കഴിഞ്ഞിരുന്നില്ലെന്നും സുഹൃത്ത് പറയുകയാണ്. അയാൾ അറിയാതെ ഞങ്ങൾ ടെലിഗ്രാമിലൂടെ സംസാരിച്ചിരുന്നു. പ്രവീൺ അവളുടെ ഫോണിൽ നിന്നും മെസ്സേജ് അയക്കുമായിരുന്നു. ഫോൺ വിളിച്ച് സ്പീക്കറിലിട്ടതിന് പിന്നാലെ അയാൾ ഉള്ളത് അറിയിക്കാതെ ഞങ്ങളുമായി സംസാരിക്കാൻ നിർബന്ധിക്കുമായിരുന്നുവെന്നും സുഹൃത്ത് പറയുകയാണ്. ഇക്കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് വിഷ്ണുജയെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. സ്ത്രീധനം കുറഞ്ഞു പോയെന്നും സൗന്ദര്യം കുറവാണെന്നും ജോലിയില്ലെന്നും ആരോഗ്യം കുറവെന്നും പറഞ്ഞ തന്റെ മകളെ നിരന്തരമായി പ്രവീൺ ആക്ഷേപിച്ചിരുന്നു എന്നാണ് വിഷ്ണുജയുടെ കുടുംബം പറയുന്നത്. എന്നാൽ വിഷ്ണുജയുടെ ഫോൺ കൈകാര്യം ചെയ്തിരുന്നതും ഭർത്താവായ പ്രവീൺ ആയിരുന്നുവെന്നും വിവരങ്ങളുണ്ട്. നിരന്തരമായി ഭർത്താവ് വിഷ്ണുജയെ ഉപദ്രവിക്കാറുണ്ട് എന്ന വിവരങ്ങളും പുറത്തുവരികയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.